ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും ടെറസ് കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് എന്താണ് ഞാൻ ചെയ്യാൻ പോകണമെന്നല്ലേ, ഇന്ന് ഞാനൊരു സ്റ്റീംഡ് പുഡിംഗ് ഉണ്ടാക്കാൻ പോകണം. സ്റ്റീംഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവിയിൽ വേവിക്കുന്നത്, അപ്പോൾ ബേക്ക്ഡ് അല്ല, സെറ്റ് ചെയ്യുന്നതല്ല. സ്റ്റീംഡ് പുഡിംഗ്, സ്റ്റീംഡ് ബനാന പുഡിംഗ് നല്ലതാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. റോബസ്റ്റ പഴം 2 വലുതെടുക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ്, ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. 1.5 കപ്പ് മൈദ മാവ് അത് ഞാൻ എടുത്തു വെച്ചു. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്യുന്ന കാണിക്കാം. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പോണത്, ഈ പഴവും അതിനോടൊപ്പം പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. പിന്നെ വെണ്ണ, മൈദ, അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡർ, ഇത്രയും ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ്. പിന്നെ ഒരു കാര്യം, പാല്, മുട്ട, ഇത്രയും കാര്യം. പിന്നെ എഗ്ഗിൻ്റെ കാര്യം, ഇതിപ്പോൾ 1/4 കപ്പ് പാലും 1 മുട്ടയാണ് ഞാൻ പറയുന്നത്. മുട്ട കഴിക്കാത്തവർക്ക് ഇത് എഗ്ലെസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എടുക്കുന്ന ആ 1 മുട്ടയ്ക്ക് പകരം ഒരു 1/4 കപ്പ് തൈര് ചേർക്കുക. 1/4 കപ്പ് പാലും 1/4 കപ്പ് തൈരും, അത്ര മാത്രം. ആ ഒരു ചേഞ്ച് മാത്രം വരുത്തിയാൽ മതി. ഓക്കെ, തുടങ്ങിയാലോ? ഇതാ നോക്കിക്കോളൂ. ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ആദ്യത്തെ ഒരു മിക്സിങ്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1.5 കപ്പ് മൈദ. ഇനി ഇത് വേണമെങ്കിൽ മൈദ മാവിന് പകരം ഗോതമ്പ് മാവിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആട്ടയിലും ചെയ്യാം. ഇനിയാണ് ഇതിലേക്ക് ഒരു 100 ഗ്രാംസ് വെണ്ണ. ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ് വെണ്ണ, ഇങ്ങനെ പീസ്. ഓക്കെ, എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ ഈ പുട്ടുപൊടി പോലെ ആക്കാം. മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെണ്ണ കംപ്ലീറ്റ് മാവിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പുട്ടിൻ്റെ മാവ് നനച്ച പോലെ ആയില്ലേ, അതാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു സൈഡിലിരിക്കട്ടെ. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം, ഇനി ഞാൻ കൈ ഒന്ന് കഴുകിയിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പഴം, 2 പഴവും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. വേറൊരു പാത്രം എടുക്കാം. ഓക്കെ, ഇതിനകത്ത് 2 വലിയ പഴമാണ് വേണ്ടത്. റോബസ്റ്റ മുറിച്ചിടാം. അത്യാവശ്യം നല്ല പഴുത്തതായിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടാനും ഒക്കെ അതാണ് നല്ലത്. ഇത് നല്ല ആവശ്യത്തിന് പഴുത്ത പഴമായിരുന്നു. നമ്മളെപ്പോഴും വാങ്ങാൻ പോകുമ്പോൾ അത്ര പഴുത്ത പഴം കിട്ടില്ല. അപ്പോൾ ഒരു 2 ദിവസം മുന്നേ മേടിച്ച് വെച്ചിരുന്നാൽ കറക്റ്റായിട്ട് പാകത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം കറക്റ്റായിട്ട് പഴുത്തിരിക്കും. ഇതാണൊരു കാര്യം. ഇനി ഇതിനകത്തേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ, അതായത് 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര. ഞാൻ മിക്സിയിൽ വെച്ച് പൊടിച്ചിട്ട് അതിൽ തന്നെ വെച്ചിരിക്കുമായിരുന്നു. ഓക്കെ, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു. ആ പഞ്ചസാരയും കൂടി ഉള്ളതുകൊണ്ട് ഉടയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് മിക്സി ഉപയോഗിച്ചിട്ട് ഉടച്ചാലും മതി, അങ്ങനെയും ആകാം. ഈ പഞ്ചസാരയും കൂടി അലിഞ്ഞ് കഴിയുമ്പോൾ ഇത് കുറച്ച് വാട്ടറി ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ തടിത്തവി കൊണ്ട് മിക്സ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല പേസ്റ്റായിട്ട് ആവണം. ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊരു അടി അടിച്ചാലും മതി. അതായത് പഴം, പഞ്ചസാര, പാല്, മുട്ട. ഓക്കെ, അതും നല്ല ഐഡിയ ആണ്. വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ലാസ്റ്റ് അങ്ങനെയും ചെയ്യാൻ. വേണമെങ്കിൽ ഇനി ഒരു മുട്ട എടുത്തിട്ട്, അപ്പോൾ മിക്സിയിലാണെങ്കിൽ ഇതെല്ലാം കൂടി പഴം, പാല്, അതിനോടൊപ്പം മുട്ട, പഞ്ചസാര എല്ലാം കൂടി ചേർന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു വിസ്ക് കൊണ്ട് ആദ്യം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട വിസ്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, നൈസ്, ചെറിയ ക്യൂട്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാലൊഴിക്കാം. ഇതവിടെ റെഡി, പഴം ഇവിടെ റെഡി. പഴം, പഞ്ചസാര നല്ല മിക്സിങ് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ മുട്ട, പാല് മിശ്രിതം കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഓക്കെ,
മുട്ട ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ എഗ്ലെസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാലിൻ്റെ അളവ് 1/2 കപ്പ് എടുക്കുക, എന്നിട്ട് തൈര് ഒരു 1/4 കപ്പ് തൈരും കൂടി യോജിപ്പിക്കുക. അപ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ മുട്ട വേണ്ട, എഗ്ലെസ്. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. അതായത് ഇനി ഫൈനൽ മിക്സിങ് ഇനി മാവുമായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇത് സ്റ്റീംഡ് ആയിട്ടുള്ളൊരു പുഡിംഗ് അല്ലേ, ബനാന പുഡിംഗ്. അപ്പോൾ നമ്മുടെ സ്റ്റീമറിനെ ഒന്ന് അടുപ്പിലേക്ക് കയറ്റാം. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കട്ടെ ആദ്യം. ഓക്കെ, ഇതിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് താഴത്തെ തട്ടിൽ, കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് വരട്ടെ. ആവി വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതൊന്ന് കറക്റ്റായിരിക്കും. ഇനി ഇപ്പോഴത്തെ ഈ ഒരു മിശ്രിതത്തിൻ്റെ കൂടെ നമ്മളിപ്പോൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, മൈദ മാവ്, ബേക്കിംഗ് പൗഡർ ആൻഡ് എന്തായിരുന്നു, എണ്ണ. ഈ പേസ്ട്രിക്കൊക്കെ ചെയ്യുന്ന പോലെയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കട്ടയില്ലാണ്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് എടുക്കാം. പിന്നെ തടിത്തവി മാറ്റിയിട്ട് നമ്മുടെ ഒരു വിസ്ക് കൊണ്ട് റീപ്ലേസ് ചെയ്തു. കൈ കൊണ്ടുള്ള വിസ്ക് മതി, ഹാൻഡ് ബ്ലെൻഡറൊന്നും വേണമെന്നില്ല. ഓക്കെ, നന്നായിട്ട്, അതായത് മാവിൽ കട്ടയൊന്നും പാടില്ല. പിന്നെ ഇടയ്ക്ക് തരി പോലെ കാണുന്നത് ആ പഴത്തിൻ്റെ ചെറിയ ചെറിയ തരികളാണ്. അപ്പോൾ അത്രയും പോലും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഴവും പാലും പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുക. മുട്ടയില്ലെങ്കിൽ തൈര്, ഓക്കെ, ഏതെങ്കിലും. എന്നിട്ട് പിന്നെ മാവുമായിട്ട് മിക്സ് ചെയ്താൽ, മാവ് ഓൾറെഡി ഇങ്ങനെ വെണ്ണയുമായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. ബേക്കിംഗ് പൗഡർ, ഇവിടെ സ്റ്റീമർ റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട്. ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, ദാറ്റ് ഈസ് ചോക്ലേറ്റ്. ഒന്നുകിൽ ചോക്ലേറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ്. ഇവിടെ ഇപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, അതുകൊണ്ട് ഒരു 1/4 കപ്പോളം ചേർക്കാം. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഉള്ളത് കൊണ്ട് ഞാനത് ചേർക്കുന്നു. നിങ്ങൾക്ക് ചോക്ലേറ്റ് പീസസ് ആയിട്ട് ഇതില്ലാന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ചോക്ലേറ്റ് ആയാലും മതി. ഇപ്പോൾ കുക്കിംഗ് ചോക്ലേറ്റ് തന്നെ വേണമെന്നില്ല, ഇതുപോലെ ഡയറി മിൽക്കിൻ്റെ ആണെങ്കിലും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്, അതിൽ കൂടുതൽ വേണമെങ്കിലും ചേർക്കാൻ കിട്ടും, നമ്മുടെ ഇഷ്ടമല്ലേ. ഫിനിഷ്ഡ്. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സ്റ്റീം ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസ് വെയർ എടുത്തു എന്നേ ഉള്ളൂ. ഇൻറ്റാലിയം ആകാം, അലൂമിനിയം ടൈപ്പല്ലേ ഇൻറ്റാലിയം, ഓർ സ്റ്റീൽ ഡിസ്പോസിബിൾ ടൈപ്പ്, ഏതായാലും കുഴപ്പമില്ല, ഓർ സിലിക്കോൺ. ഇതിപ്പോൾ ഗ്ലാസ്, അതിൽ ഇച്ചിരി വെണ്ണ ഒന്ന് തടവുക, വെണ്ണയോ എണ്ണയോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ആവി വന്നു തുടങ്ങി. ഇനി അത് തീ ഒന്ന് കുറയ്ക്കുന്നു. ഇനി ഇതിലേക്ക് ഞാൻ മാറ്റാൻ പോകുന്നു. അങ്ങനെ ബനാന പുഡിങ്ങിൻ്റെ മിക്സ് മാറ്റിക്കഴിഞ്ഞു, സ്റ്റീംഡ് പുഡിങ്ങിൻ്റെ. അപ്പോൾ ഇത് ഏതാണ്ട് നമ്മളിങ്ങനെ, ഇതെന്തായാലും കുറച്ചൊന്ന് പൊങ്ങി വരും. അന്നേരം നമ്മളുടെ ചോക്ലേറ്റ് ചിപ്പൊക്കെ അകത്തേക്കല്ലേ പോകുള്ളൂ, കുറച്ച് ടോപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ കൊടുക്കാം. കാണാൻ ഇതും കുറച്ച് താഴേക്ക് പോവും, എങ്കിലും ഒരു ഭംഗിയുണ്ടാവുമല്ലോ. എക്സ്ട്രാ അപ്പോൾ നമുക്കൊരു അലൂമിനിയം ഫോയിലും കൂടി വേണം. ഇതിൻ്റെ മുകളിലൊരു ചെറിയ കവറിങ് വേണ്ടേ, കാര്യം സ്റ്റീം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആവി അതിനകത്തേക്ക് വീഴും. ഓക്കെ, കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് നമുക്കിങ്ങനെ കവർ ചെയ്യാം. ഇത് മുകളിലേക്ക് പൊങ്ങി വന്നാലും വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ചെയ്യാം. ഓക്കെ, വെച്ചിട്ട് വയ്ക്കാം. ഇതിൽ സ്റ്റീം അകത്തുനിന്ന് കയറി വേപ്പർ ഇങ്ങനെ വീഴാത്ത രീതിയിൽ കവറിങ് കൊടുക്കാം. ഓക്കെ, ബൈ, ഇത്ര മതി. ഇനി ഒന്നുമില്ല, ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ സ്റ്റീം ചെയ്യാം. നോക്കാം, ഒരു 1/2 hour കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കമ്പി വെച്ച് കുത്തി നോക്കാം, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട്. അപ്പോൾ അറിയാലോ എന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിംഗ് ഈസ് റെഡി എന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ടൈം, അപ്പോൾ ഒരു 1/2 hour കഴിഞ്ഞിട്ട് നോക്കണം എന്ന് വിചാരിച്ചിരുന്നു. 1/2 hour കഴിഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വാവ്, ദേ കറക്റ്റ്. യെസ്, റെഡി. കുഴപ്പമില്ല, തീ ഓഫ് ചെയ്യാം.
എന്താ അറിയോ, നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അതിങ്ങനെ വെടിച്ച് വന്നിട്ടുണ്ട്, ക്ലീനായിട്ട് വന്നു. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് റെഡിയായി കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതൊരു കേക്ക് പോലെ തോന്നില്ല, പക്ഷേ ഇതൊരു കേക്കല്ല, ഇതൊരു പുഡിങ്ങാണ്, സ്റ്റീംഡ് പുഡിങ്. അപ്പോൾ ടെക്സ്ചർ കുറച്ചൊരു കേക്കിൻ്റെ പോലെ ആണെങ്കിലും കുറച്ച് സോഫ്റ്റ് ഒരു ടൈപ്പാണ്, മനസ്സിലായില്ലേ? ഒരു സ്റ്റീംഡ് കേക്ക് പോലെയെന്ന് വേണമെങ്കിൽ പറയാം, എങ്കിലും നമുക്കതൊരു പുഡിങ് കാറ്റഗറി കൊണ്ടുവരാം, സ്റ്റീംഡ് പുഡിങ് ആയിട്ട്. അപ്പം നമ്മളുടെ പുഡിങ് നോക്കിയേ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി. ഓക്കെ, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കേക്ക് ടെക്സ്ചർ പോലെ തന്നെ ഉണ്ട്. നോക്കിക്കോളൂ. സോഫ്റ്റ് ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടല്ലോ. നല്ല സോഫ്റ്റായിരിക്കും, നല്ലൊരു ബനാന സ്മെൽ, നമ്മളൊരു ബനാന. പുഡിങ്ങാണ് കേട്ടോ, കേക്കല്ല. നല്ല നല്ല ഹോട്ടായിട്ട് കഴിക്കണം, അതാണ് കൂടുതൽ നല്ലത്. നല്ല ചൂട്. ആക്ച്വലി നല്ലൊരു റോബസ്റ്റ പഴത്തിൻ്റെയും ചോക്ലേറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്, വെരി ടേസ്റ്റി. ശരിക്കും ഇതൊരു ഹോട്ട് പുഡിങ് പോലെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് വേറൊരു അക്കമ്പനിമെൻറ്റ് വേണമെന്ന് വെച്ചാൽ ആവശ്യമില്ല, ചോക്ലേറ്റ് സോസാണ് എൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇതിപ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, ഇടയ്ക്ക് നമ്മൾ ഇത് ഇട്ടിരുന്നല്ലോ, ചോക്ലേറ്റ് ചിപ്സ്. ഇതൊരു ഡെസേർട്ട് ഐറ്റമായിട്ട് തന്നെ സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നല്ലതായിട്ട് വിപ്പ് ചെയ്ത ക്രീമും അതിനോടൊപ്പം ഈ ഒരു ബനാന പുഡിങ്ങും രണ്ടും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ആഹാ എന്താ രസം. അതും ഒരു നല്ലൊരു കോംബോ ആയിരിക്കും. പിന്നെ ഐസ്ക്രീം, അനദർ ഓപ്ഷൻ. ഈ ഒരു ബനാന പുഡിങ്ങിൻ്റെ കൂടെ നല്ല വാനില ഐസ്ക്രീം, അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീം മിക്സ് ചെയ്ത് കഴിച്ചു പോകുക, അത് അതിനെക്കാട്ടിലും വേറൊരു ലെവലിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പോസായിട്ട് കഴിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ്. ഇതൊരു പഴയ റെസിപ്പിയാണ്, എൻ്റെ മാജിക് അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് എല്ലാം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ലൈക്ക്, പിന്നെ എനിക്കൊരു കമൻറ്റ്. അപ്പോൾ ഞാൻ ഈ കമൻറ്റിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവും, നോക്കിയിരിക്കുന്നുണ്ടാവും. ഞാൻ എല്ലാത്തിനും മറുപടി കൊടുക്കും. ഇച്ചിരി സമയം കഴിഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ എല്ലാ കമൻസും കാണുന്നുണ്ടാവും, റിപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിന്. പിന്നെ വേറൊരു കാര്യം, ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലുമൊക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ലക്ഷ്മി നായർ വ്ളോഗ്സ്, LN വ്ളോഗ്സ്. അപ്പോൾ ഒന്ന് നോക്കുക, എന്നിട്ട് ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.